ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അങ്ങനത്തെ അത്രത്തോളം ചെറിയ കൺസെപ്റ്റുള്ള ടോപ്പിക്സാണ്. ആദ്യത്തെ ടോപ്പിക്ക് ഈ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്കും, രണ്ടാമത്തത് ഈ മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയുന്ന ടോപ്പിക്കും. ഈ മാനേജീരിയൽ ഗ്രിഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ കൺസെപ്റ്റാണെന്ന്. ഒന്നുമല്ല, വളരെ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. ആദ്യം നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന സംഭവം നോക്കാം. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കത്തുള്ളൂ, കാരണം സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അതുകൊണ്ട് എസ്സേതായിട്ടൊന്നും ചോദിക്കത്തില്ല. 3 or 4 മാർക്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കാറ്റഗറി ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ അതിനെ ഓതോറിറ്റേറിയൻ എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത്തത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ഫ്രീ റെയിൻ ലീഡർഷിപ്പ്. അങ്ങനെ 3 കാറ്റഗറി ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് ഉള്ളത്. ഈ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുള്ള ആ കാറ്റഗറി മാത്രം പഠിച്ചാലും മതി. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ഫ്രീ റെയിൻ ലീഡർഷിപ്പ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ഫിഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വരയ്ക്കാനും ഈസി തന്നെ ആയിരിക്കുമല്ലോ. ഇത്ര 3 സംഭവത്തിനെ കാണിക്കാനായിട്ട്. ഇത് ഓട്ടോക്രാറ്റിക്കിനെ, ഇത് ഡെമോക്രാറ്റിക്കിനെ, ഇത് ഫ്രീ റെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഹാച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയാണ്, ഡിസിഷൻ മേക്കിംഗ് പവറിനെയാണ് ഹാച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ലീഡർഷിപ്പ് സ്റ്റൈൽസ് 3 നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ടത് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്ന സ്റ്റൈൽ, അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്ന അപ്രോച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഏകദേശം മനസ്സിലായി. ഈ ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ലീഡറിനായിരിക്കും പ്രൈം ഇമ്പോർട്ടൻസ്. ലീഡർ പറയുന്നത് അതുപോലെ സബോർഡിനേറ്റ് അനുസരിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഈ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്ന അപ്രോച്ച്. ഈ ലീഡർഷിപ്പ് സ്റ്റൈലിലും അത് തന്നെയാണ്. ഈ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലീഡറിന് ചുറ്റിപ്പറ്റിയാണ്. ലീഡറിനാണ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഫുൾ. അതുകൊണ്ടാണ് ലീഡർ എന്ന് പറയുന്ന സംഭവത്തിന് ഇങ്ങനെ ഹാച്ച് ചെയ്തിട്ടുള്ളത്, സബോർഡിനേറ്റ് ഹാച്ച് ചെയ്തിട്ടില്ല. ഇതെന്ന് പറയുന്നത് ലീഡർ എല്ലാ ഡിസിഷൻസും എടുക്കുന്ന ലീഡറായിരിക്കും. എന്ത് വർക്ക് അലോട്ട് ചെയ്യുന്നത്, എന്ത് വർക്ക് ചെയ്യണമെന്ന് പറയുന്നതും, ഓരോ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കുന്ന എല്ലാം ലീഡറായിരിക്കും. സബോർഡിനേറ്റ്സിന് യാതൊരു വോയിസും ഇല്ല എന്ന് തന്നെ പറയാം. സബോർഡിനേറ്റ്സിന് ഒരു ഫ്രീഡം കാണത്തില്ല. അവിടെ സജഷൻസിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് കാണത്തില്ല. സജഷൻസ് പറയാനുള്ള ഒരു അവസരം തന്നെ കാണത്തില്ല. എല്ലാം ലീഡറായിരിക്കും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ലീഡർ പറയുന്നത് പോലെ സബോർഡിനേറ്റ്സ് അനുസരിക്കുക എന്ന് പറയുന്ന ഒരു ജോലി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുമ്പം തോന്നും അത് തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, അപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു കൺസെപ്റ്റാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല, അതിനും ആപ്ലിക്കേഷനുണ്ട്. ഈ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്ന അപ്രോച്ച് സാധാരണ യൂസ് ചെയ്യുന്നത് ഈ സബോർഡിനേറ്റ്സിന് വലിയ നോളജോ എക്സ്പീരിയൻസോ വലിയ സ്കില്ലോ എഡ്യൂക്കേഷനോ ഒന്നും ഇല്ലാത്ത ഒരു സിനാരിയോയിൽ ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ് നല്ലതെന്ന് പറയാം. കാരണം അങ്ങനത്തെ അവസരങ്ങളിൽ ലീഡർ പറയുന്ന അനുസരിക്കുക എന്നതായിരിക്കും സത്യം പറഞ്ഞാൽ നല്ലത്. ലീഡർ പറയുന്ന വർക്ക് അതുപോലെ ചെയ്യുക. കൂടുതൽ സബോർഡിനേറ്റ്സ് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ അവർ സജഷൻസ് പറയുക, അതിനൊന്നും യാതൊരു ആവശ്യമില്ല. കാരണം സബോർഡിനേറ്റ്സിന് വല്ല കഴിവോ എഡ്യൂക്കേഷനോ ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ലീഡർ പറയുന്ന അതുപോലെ അനുസരിക്കുക, നല്ല വർക്ക് നടക്കത്തുള്ളൂ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അതാണ് ഈ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്ന അപ്രോച്ച്. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ ആലോചിക്കുകയാണെങ്കിൽ മിലിറ്ററിയിൽ ഈ ഒരു കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. അവിടെ അറിയാമല്ലോ, അവിടെ സബോർഡിനേറ്റ് ആരാണോ, ഐ മീൻ മാനേജർ ലെവലുള്ള അല്ലെങ്കിൽ ബോസ് ആരാണോ, അല്ലെങ്കിൽ ഹയർ അതോറിറ്റി ആരാണോ, അയാളുടെ ഓരോ സാധാ മിലിറ്ററി ആൾക്കും ഒരു മിലിറ്ററി ഹയർ അതോറിറ്റി കാണും. ആ ഹയർ അതോറിറ്റി പറയുന്നത് അതുപോലെ അനുസരിക്കുക എന്ന് മാത്രമേ പട്ടാളക്കാർ, അതിപ്പോൾ നേവി ആയിരുന്നാലും എയർഫോഴ്സ് ആയിരുന്നാലും ആർമി ആയിരുന്നാലും അവർക്കുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് മിലിറ്ററി ഫോളോ ചെയ്യുന്നത്. ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊക്കെ കാര്യമുണ്ട്. ആ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് ലെവലിലോട്ട് വരികയാണെങ്കിൽ ഈ മാനുഫാക്ചറിങ്, ഈ പ്രൊഡക്ഷൻ ലൈൻസിലെല്ലാം ഓട്ടോക്രാറ്റിക് അപ്രോച്ചാണ്. പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറയുമ്പോൾ ഈ പ്രോഡക്റ്റ് ലേഔട്ടൊക്കെ ഫോളോ ചെയ്യുന്ന മാസ് പ്രൊഡക്ഷൻ കമ്പനീസിലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജർ പറയുന്നു, സബോർഡിനേറ്റ്സ് അനുസരിക്കുന്നു എന്ന് പറയുന്ന വർക്കേഴ്സ് അനുസരിക്കുന്നു എന്ന കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ല വർക്കേഴ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനൊക്കത്തില്ല. മാനേജർ പറയുന്ന വർക്ക് കറക്റ്റ് സമയത്ത് അതുപോലെ ചെയ്തു കൊടുക്കുക, മാനേജറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന രീതിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിനാരിയോയിൽ ഓട്ടോക്രാറ്റിക് അപ്രോച്ചാണ് വേണ്ടത്. രണ്ടാമത്താണ് ഡെമോക്രാറ്റിക് അപ്രോച്ച്. ഈ ഫിഗർ കാണുമ്പോഴും ഈ വാക്ക് കാണുമ്പോഴും നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും. ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ലീഡറിനും സബോർഡിനേറ്റിനും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. രണ്ടുപേരും ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു പവർ കൊടുക്കുന്ന കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ഇതിൽ ലീഡറും സബോർഡിനേറ്റ്സും കൂടി ആലോചിച്ച് അവർ ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സജഷൻസ് എല്ലാം പറഞ്ഞ് തമ്മിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഓരോ ഡിസിഷൻസും എടുക്കുന്നത്. അല്ലാതെ ലീഡർ ഒറ്റയ്ക്കായിരിക്കില്ല ഡിസിഷൻ എടുക്കുന്നത്. സബോർഡിനേറ്റ്സിൻ്റെ സജഷൻസും അവരുടെ ഫീഡ്ബാക്കും എല്ലാം എടുത്തിട്ട് സബോർഡിനേറ്റ്സിൻ്റെ അനുവാദത്തോടെയും അവരുടെ അക്സെപ്റ്റൻസോടും കൂടെ ആയിരിക്കും അവർ ഡിസിഷൻസ് എടുക്കുന്നത്. അങ്ങനത്തെ ഒരു സിനാരിയോയാണ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഉണ്ട്. ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ലീഡറിൻ്റെ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. സബോർഡിനേറ്റ്സും കൂടെ അക്സെപ്റ്റ് ചെയ്താൽ
മാത്രമേ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് നെഗറ്റീവായിട്ട് നമുക്ക് പറയാം, പോസിറ്റീവായിട്ടും പറയാം. എന്നാലും നെഗറ്റീവായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പം ലീഡറിന് ഒരു ഡിസിഷൻ മേക്കിംഗ്, ലീഡറിന് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാനൊക്കത്തില്ല, സബോർഡിനേറ്റിന് കൂടെ സൂട്ടബിൾ ആവുന്ന രീതിയിൽ ഡിസിഷൻ എടുക്കാനൊക്കത്തുള്ളൂ. എന്നാൽ അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. സബോർഡിനേഷൻ അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, അവരുടേതായിട്ടുള്ള സജഷൻസ് അവർക്ക് കൊടുക്കാം, അതിനനുസരിച്ച് അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ടാകും, അവർക്ക് വോയിസ് ഉണ്ട്. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്. അപ്പം ഇതിന് രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡറിന് സബോർഡിനേറ്റ്സിന് ഒരുപോലെ ഇമ്പോർട്ടൻസ് വരുന്ന ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. റിയൽ ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ തന്നെ ഇപ്പോൾ HOD ഒറ്റയ്ക്കല്ല ഒരു തീരുമാനം എടുക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം തീരുമാനം എന്ന് പറയുന്നത് HOD ഒറ്റയ്ക്കായിരിക്കത്തില്ല എടുക്കുന്നത്. ബാക്കി പ്രൊഫസേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട്, ബാക്കി പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവരോട് കൂടെ സജഷൻസ് ചോദിച്ചിട്ടായിരിക്കും HOD ഡിസിഷൻ എടുക്കുന്നത്. അത് പ്രിൻസിപ്പാളായാലും പ്രിൻസിപ്പാളിന് മറ്റ് HOD-മാരോട് ചോദിച്ചിട്ട്, പ്രിൻസിപ്പാളിൻ്റെ സബോർഡിനേറ്റ്സ് ആണ് HOD-മാരെങ്കിലും HOD-മാർക്കും കൂടെ സമ്മതിച്ചിട്ട് അവരുടെ കൂടെ ഒപ്പീനിയൻ എടുത്തിട്ട് അവർ മെജോറിറ്റി, ഇപ്പോൾ 6 HOD-മാരുണ്ടെങ്കിൽ ഒരു 3-4 HOD-മാർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഡിസിഷൻ അവർക്ക് പ്രിൻസിപ്പാളിന് എടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോളോ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക്. അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലും ഈ ടൈപ്പ് ഫോളോ ചെയ്യാറുണ്ട്. IT സെക്ടറിലും എല്ലാ IT കമ്പനീസിലും എല്ലാം ആയിരിക്കത്തില്ല, എന്നാൽ ചില IT സെക്ടേഴ്സിൽ, ചില കോർപ്പറേറ്റ് ടീംസിലെല്ലാം ഇങ്ങനത്തെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ടീം മീറ്റിംഗ് ഒക്കെ കൂടി എന്തെങ്കിലും ഡിസിഷൻ എടുക്കത്തുള്ളൂ. ഒറ്റയ്ക്ക് ബോസ് ഡിസിഷൻ എടുക്കാറില്ല, ടീം മീറ്റിംഗ് കൂടി ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാറുള്ളൂ. അങ്ങനത്തെയൊക്കെ സിനാരിയോയിൽ ഡെമോക്രാറ്റിക് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ വരുന്നതാണ് ഫ്രീ റൈൻ. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രീ റൈൻ എന്ന് പറഞ്ഞാൽ ലീഡർ എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പാണ്. നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന സബോർഡിനേറ്റ്സ് ആയിരിക്കും. സബോർഡിനേറ്റ്സിന് അപ്പോൾ നല്ല അറിവും വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് സബോർഡിനേറ്റ്സ് ആണെങ്കിൽ അവർ തന്നെ അതിന് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന ജോലി മാത്രം ലീഡറിന് കാണത്തുള്ളൂ. ലീഡർ റബ്ബർ സ്റ്റാമ്പായിട്ട് അവിടെ ഇരിക്കും, ലീഡർ എന്ന പേര് മാത്രം കൊടുക്കത്തുള്ളൂ. ലീഡറിന് വേറെ വാല്യൂവോ പവറോ ഒന്നും കാണത്തില്ല. ഫുൾ തീരുമാനങ്ങൾ സബോർഡിനേറ്റ്സ് ആയിരിക്കും എടുക്കുന്നത്. അത് നെഗറ്റീവായിട്ട് പറയാനായിട്ടുള്ളതല്ല. അത് ഈ ഒരു ഫ്രീ റൈൻ എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈലും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിനാരിയോസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ ഈ ബോസ് എന്ന് പറയുന്നത് ഹയർ അതോറിറ്റി കൂടുതൽ അങ്ങ് തീരുമാനങ്ങൾ എടുക്കത്തില്ല. കാരണം അവിടെ സയൻറ്റിസ്റ്റുകളാണ് വർക്ക് ചെയ്യേണ്ടത്, അവരാണ് ഓരോ പുതിയ റിസർച്ച് ഒക്കെ നടത്തി ഓരോ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റിന് അവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കും. ഓരോ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി സയൻറ്റിസ്റ്റിന് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ ലീഡർ എന്ന് പറയുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് കുറയും. അപ്പോൾ അയാൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാറില്ല. ഈ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ആൾക്കാരായിരിക്കും തീരുമാനങ്ങൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്, ആ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ R&Dയിൽ ഇത് യൂസ് ചെയ്യാം, ഈവൻ സ്റ്റാർട്ടപ്സിൽ യൂസ് ചെയ്യാം. സ്റ്റാർട്ടപ്സിലും തുടക്കത്തിലുള്ള കേസിനാണെങ്കിൽ അവിടെ ഫൗണ്ടർ എന്ന് പറയുന്ന ആൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നില്ല, ഒരുപാട് ഫ്രീഡം കൊടുക്കും, സബോർഡിനേറ്റ്സിന് ഒരുപാട് ഫ്രീഡം കൊടുക്കും സ്റ്റാർട്ടപ്പിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനാരിയോയിൽ ഫ്രീ റൈറ്റ്സ് അതാണ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്ന സംഭവം. ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ വരച്ച് ഓരോന്നിനെ പറ്റി 2-3 സെൻറ്റൻസ് എഴുതേണ്ട കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്ന സംഭവം. അടുത്ത ടോപ്പിക്കാണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയുന്ന സംഭവം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇതിന് ഈ ഒരു ഫിഗറും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടും സെയിം സംഭവം തന്നെയാണ്. ഇത് കുറച്ചും കൂടെ കാണാൻ കൊള്ളാം എങ്കിലും ഇത് വരയ്ക്കാനായിട്ട്, എക്സാം പേപ്പറിൽ വരയ്ക്കാനായിട്ട് കൂടുതൽ ടൈം എടുക്കും എന്നൊക്കെ പറയാം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിഗർ, സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ആദ്യത്തെ സംഭവം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സംഭവം എന്താണെന്ന് മനസ്സിലാവും. ഈ മാനേജറിയൽ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ലീഡർഷിപ്പ് സ്റ്റൈൽ പോലെ ഈ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റൈൽ, എംപ്ലോയീസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഒരു ബോസ്, ഹയർ അതോറിറ്റി എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിൻ്റെ ആ ഡിഫറെൻറ്റ് സ്റ്റൈൽ, ഡിഫറെൻറ്റ് അപ്രോച്ചിനെയാണ് മാനേജർ ഗ്രിഡ് എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. അപ്പോൾ ഒരു 5 ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കൺട്രി ക്ലബ്ബ്, ടീം മാനേജർ, ടാസ്ക് മാനേജർ, ഇംപ്രോവറിഷ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനത്തെ, പിന്നെ മിഡിൽ ഓഫ് ദി റോഡ്, അങ്ങനെ 5 അപ്രോച്ചസ് പറയുന്നുണ്ട്. ഇതിൽ ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന കൺസേൺ ഫോർ പ്രൊഡക്ഷൻ, ആ സംഭവത്തിന്, അതായത് എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടാകണം, അവിടുത്തെ വർക്കിൽ എത്രത്തോളം കൺസേൺഡ് ആണ്, അവിടുത്തെ ഔട്ട്പുട്ടിൽ എത്രത്തോളം കൺസേൺഡ് ആണ്, അവിടുത്തെ വർക്കിൽ എത്രത്തോളം കൺസേൺഡ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അത് 1 മുതൽ 9 വരെ ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ ലോ കൺസേൺ ആണ് കാണിക്കുന്നത്, 9 എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കൺസേൺ ആണ് കാണിക്കുന്നത്. കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആണ് എക്സ് ആക്സിസിൽ. എന്നാൽ വൈ ആക്സിസിൽ കൺസേൺ ഫോർ പീപ്പിൾ, അവിടുത്തെ എംപ്ലോയീസിന്, അവിടുത്തെ സ്റ്റാഫിന്, അവിടുത്തെ സബോർഡിനേറ്റ്സിന് ഉള്ള കൺസേണിനെ പറ്റി, അവിടുത്തെ എംപ്ലോയീസിനെ പറ്റിയുള്ള കൺസേണിനെ പറ്റിയാണ് ഈ വൈ ആക്സിസ് കാണിക്കുന്നത്. അത് 1 മുതൽ 9 വരെ ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ ഒരു കൺസേണും ഇല്ല, ഏറ്റവും കുറഞ്ഞ കൺസേൺ. 9 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് കൺസേൺ. അപ്പോൾ അത് കാണിക്കുന്നതാണ് വൈ ആക്സിസ്. അങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അതിങ്ങനെ ബോക്സ് പോലെ, റെക്ടാങ്കിൾ പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഓരോ ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇംപ്രോവറിഷ്ഡ്, കൺട്രി ക്ലബ്ബ്, ടീം മാനേജർ, ടാസ്ക് മാനേജർ, മിഡിൽ ഓഫ് ദി റോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ നമുക്ക് ആദ്യത്തെ ഡിസ്കസ് ചെയ്യാം ഇംപ്രോവറിഷ്ഡ് എങ്ങനെയാണോ നമ്മൾ പ്രൊണൗൺസ് ചെയ്യാം. ഇംപ്രോവറിഷ്ഡ് മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് അത് 1.1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 1.1 എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആ കോർഡിനേറ്റ്സ് ആണ് അതിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 1.1, ഇവിടെ 9.1, അതായത് കോർഡിനേറ്റ്സ് 9 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ 9ഉം 1 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൻ്റെ 1ഉം അത് കാണിക്കാനാണ്. അപ്പോൾ ഈ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 9.1 എന്ന് പറയാമല്ലോ. ഇത് 1.1 ആണ്, ഇത് 1.9 ആണ്. എക്സ് ആക്സിസിൽ 1ഉം വൈ ആക്സിസിൽ 9. ഈ ഒരു ഏരിയയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ല പർട്ടിക്കുലർ പോയിൻ്റ് അല്ല, ഈ ഒരു ഏരിയ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 9.9. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് 1.1. ഇംപ്രോവൈസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 1.1, അതായത് പ്രൊഡക്ഷൻ കൺസേണും 1 ആണ്, അതുപോലെ കൺസേൺ ഫോർ പീപ്പിളും 1 ആണ്. അതായത് പ്രൊഡക്ഷനും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത മാനേജ്മെൻ്റ് ആയിരിക്കും, അവിടുത്തെ സ്റ്റാഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത മാനേജ്മെൻ്റ് ആയിരിക്കും. അതായത് വെറുതെ ഇരിക്കുന്ന മാനേജ്മെൻ്റാണെന്ന് പറയാം, ഒരു ശ്രദ്ധയില്ലാത്ത മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ഔട്ട്പുട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, അവിടുത്തെ എംപ്ലോയീസിൻ്റെ വെൽബീയിങ് ഇമ്പോർട്ടൻസ് അല്ല, അവർക്ക് നല്ല സാലറി കൊടുക്കണമെന്നോ അവരുടെ പ്രസൻ്റ് ആയിട്ട് എടുക്കണമെന്നോ നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നും അവർക്കൊരു ചിന്തയും കാണത്തില്ല, അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അവിടുത്തെ വർക്ക് ഔട്ട്പുട്ട് ഉണ്ടാവണമെന്നും ഒരു ചിന്തയും കാണത്തില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാനേജർ നമുക്ക് വേണമെങ്കിൽ ഈ ഗവൺമെൻറ് ചില ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ രീതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെയല്ല. എന്നാൽ ചില ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും കാണത്തില്ല. അവിടുത്തെ ഹയർ അതോറിറ്റി എന്ന് പറയുന്ന ആളും ഓഫീസിൽ വരത്തില്ല, അവിടുത്തെ എംപ്ലോയീസ് ഓഫീസിൽ വരത്തില്ല, വന്നാൽ തന്നെ ഒപ്പിട്ടിട്ട് അങ്ങ് പോവുകയും ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഉറങ്ങും. അങ്ങനത്തെ കൈൻഡ് ഓഫ് ആൾക്കാർ. അപ്പോൾ അവിടെ വക്കീലും അവർക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കത്തില്ല, അവിടുത്തെ ആൾക്കാരുടെ ക്ഷേമത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല എന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ആണ് അതിന് ഇംപ്രോവൈസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം കൺട്രി ക്ലബ് എന്ന് പറയുന്ന കാറ്റഗറി ആ ഒരു അപ്രോച്ച് പറയുകയാണെങ്കിൽ അത് 1.9 എന്നാണ്. അത് ആദ്യത്തെ 1 എന്നാണ്. കൺസേൺ ഫോർ പ്രൊഡക്ഷനെ പറ്റി യാതൊരു കൺസേൺ ഇല്ല എങ്കിൽ പോലും അവിടുത്തെ എംപ്ലോയീസിനെ പറ്റി അവർക്ക് വലിയ മതിപ്പാണ്, അതിനെപ്പറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു, അവരുടെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അവർക്ക് നല്ല സാലറി കൊടുക്കുന്നു, അവരുടെ നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു, പ്ലസൻ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു, അവരുടെ സാറ്റിസ്ഫൈനായിട്ട് എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വർക്കിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് ഈ കൺട്രി ക്ലബ് എന്ന് പറയുന്നത്. അത് 1.9 എന്ന് പറയാം. ഇതും സർക്കാർ, നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ അത് സർക്കാർ ഓഫീസുകൾ എന്ന് പറയും. ചില സർക്കാർ ഓഫീസുകളിൽ ഒരു വർക്ക് നടക്കത്തില്ല, പക്ഷേ അവിടുത്തെ എംപ്ലോയീസ് എല്ലാം വളരെ കോർഡിനേറ്റഡ് ആയിരിക്കും. അവർ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുമിച്ച് ട്രിപ്പ് പോകുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു, വളരെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കൈൻഡ് ഓഫ് അത് നല്ല ഹാപ്പി ആയിരിക്കും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഈ കൺട്രി ക്ലബ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഈ ടീം മാനേജർ എന്ന് പറയുന്നത്. ഇതൊരു ഉട്ടോപ്പിയൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ പ്രൊഡക്ഷനെ പറ്റിയും കൺസേൺ വളരെ ഹൈ ആണ്, അവിടുത്തെ എംപ്ലോയീസിനെ പറ്റിയുള്ള കൺസേൺ വളരെ ഹൈ ആണ്. രണ്ടിനും വളരെ ഹൈ ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രൊഡക്ഷനും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവിടുത്തെ എംപ്ലോയീസിൻ്റെ ക്ഷേമത്തിനും ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അങ്ങനെയൊന്നും പോസിബിൾ അല്ല സത്യം പറഞ്ഞാൽ. അതൊക്കെ തിയററ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ചില കമ്പനീസിലെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഈ പ്രൊഡക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഉള്ള ക്ഷേമവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിരിക്കും, അവരെ പ്ലസൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് നല്ലതായിട്ട് നോക്കും. അതേസമയം അവരുടെ വർക്കും മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാകുന്ന രീതിയിലായിരിക്കും അവിടുത്തെ വർക്ക് നടക്കുന്നത്. IT കമ്പനീസിലൊക്കെ ഇതൊക്കെയാണ് ഫോളോ ചെയ്യുന്നതൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും രണ്ടിൻ്റെ ബെസ്റ്റ് കേസിനാണ് ഈ ടീം മാനേജർ എന്ന് പറയുന്ന കൺസെപ്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് മാനേജറിൻ്റെ ട്രെയിനിങ് ഒക്കെ ഈ മാനേജേഴ്സിനുള്ള ട്രെയിനിങ് ഒക്കെ കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർ ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഈ ടീം മാനേജർ എന്ന് പറയുന്നത്. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ആണ് അവർ ട്രെയിനിങ് കൊടുക്കുന്നത്. അറ്റൈൻ ചെയ്യുകയോ ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ടീം മാനേജർ എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെയും ബെസ്റ്റ് കേസിനാരും. അതേസമയം ടാസ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊഡക്ഷൻ മാത്രമാണ്. അവരുടെ അവിടുത്തെ വർക്കേഴ്സിൻ്റെ ക്ഷേമത്തിനും അവരുടെ സാറ്റിസ്ഫാക്ഷനും അവരുടെ മോട്ടിവേഷനും അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിനും അവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും യാതൊരു ചിന്തയും കാണുന്നില്ല. അവർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം, മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, മാക്സിമം അതിലൂടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന കൈൻഡ് ഓഫ് അപ്രോച്ച്, ഓട്ടോക്രാറ്റിക് അപ്രോച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു മാനേജറിയൽ അപ്രോച്ചിനാണ് ഈ ടാസ്ക് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് പറയുന്ന കോർഡിനേറ്റ്സ് പറയുന്ന 9 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ, 1 എന്ന് പറയുന്ന വൈ ആക്സിസിൽ. അപ്പോൾ അവിടെ പ്രൊഡക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, പീപ്പിളിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് പറയപ്പെടുന്ന ആ ടാസ്ക്, അതാണ് ടാസ്ക് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ വലിയ ഫാക്ടറീസിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് വർക്ക് ലോഡ് ആണ്, ഇവിടെ ഒരുപാട് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ മോശമാണ്, വർക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. ഈ വൈജൂസിലൊക്കെ കുറച്ച് നാളുണ്ട്, ഇപ്പം വൈജൂസ് പൊളിഞ്ഞല്ലോ. പണ്ട് വൈജൂസിലൊക്കെ ഈ ഒരു അപ്രോച്ചാണെന്ന് പറയാം. അവിടെ
വളരെ ഹൈ ടാർഗറ്റൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്, വളരെ ഹൈ വർക്ക് ലോഡൊക്കെയാണ് എല്ലാ എംപ്ലോയീസിനും. അവിടെ എംപ്ലോയീസ് എല്ലാം ജോലി കിട്ടി വളരെ ഹൈ സാലറി ആണെങ്കിൽ പോലും അത്രയും ഹൈ സാലറിയുള്ള ജോബ് കളഞ്ഞിട്ട് അവർ വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ജോലി കളഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന ആൾക്കാരുകളെയാണ്. അത്രത്തോളം മോശം വർക്കിംഗ് കൾച്ചറാണ് ആ കമ്പനിയിൽ ഫോളോ ചെയ്യുന്നത്. അവർക്ക് ഔട്ട്പുട്ട് മാത്രം മതി എന്ന് പറയുന്ന കൈൻഡ് ഓഫ് അപ്രോച്ച്. അപ്പോൾ അതാണ് ഈ ടാസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിഡിലായിട്ട് വരുന്നതാണ് മിഡിൽ ഓഫ് ദി റോഡ് എന്ന് പറയുന്ന 5 ഇതും 5 എക്സ് ആക്സിലും 5 ആണ്, വൈ ആക്സിലും 5 ആണ്. രണ്ടിൻ്റെ ഒരു മിഡിൽ സെക്ഷൻ പിടിക്കുന്ന ആ ഒരു ടൈപ്പാണ് ഈ മിഡിൽ ഓഫ് ദി റോഡ് എന്ന് പറയുന്നത്. അവർക്ക് പ്രൊഡക്ഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതേസമയം പീപ്പിളിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാൽ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് രണ്ടിനും കൊടുക്കുന്നില്ല. രണ്ടിനും ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് രണ്ടിനും കൊടുത്ത് മുന്നോട്ട് പോകുന്ന രീതി ഏറ്റവും നല്ല അപ്രോച്ച് ഇതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതാണ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതെങ്കിലും ഇത് അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. തിയററ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റാണ് ടീം മാനേജർ എന്നൊക്കെ പറയാം. പക്ഷേ നമുക്ക് ഇത് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിൽ പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് സാധാരണ പറയപ്പെടുന്നത്. പക്ഷേ ഓരോ കമ്പനി ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കമ്പനിയുടെ ടാർഗറ്റും അവരുടെ മോട്ടോയും ഒബ്ജക്റ്റീവും ഒക്കെ ബേസ് ചെയ്ത് ഏത് അപ്രോച്ചാണെന്ന് വെച്ചാൽ ആ കമ്പനിക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, അവിടുത്തെ മാനേജർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ മിഡിൽ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ് മിഡിൽ ഓഫ് ദി റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഈ ഒരു ഫിഗർ വരയ്ക്കുക, ഫിഗറിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിഗർ വരയ്ക്കുക, ഈ സംഭവം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, എഴുതുക, ഈ കോർഡിനേറ്റ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഓരോ കാറ്റഗറിയെ പറ്റി 2-3 സെൻറ്റൻസ് എഴുതുക. അത്രയേ ഉള്ളൂ മാനേജ് ഗ്രിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു.